അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു HSM ബൈറ്റി. ഗായ്സ്, നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ട്രെവറിൻ്റെ റിയൽ ലൈഫ് എപ്പിസോഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറേ നാളായി നമ്മൾ ട്രെവറിൻ്റെ റിയൽ ലൈഫ് എപ്പിസോഡൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തു നിന്നാണ്. ഓക്കെ, അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രെവറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് ബാക്കി കണ്ടിന്യൂ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ഷോറൂമിൽ കയറ്റിയേക്കുവാണ് വണ്ടി. ഫ്രാങ്കിളിന് അവിടെ നിന്ന് വന്ന് വിട്ട വണ്ടിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. നേരെ പോയേക്കാം. ഓക്കെ, അവിടെ എന്തോ പട്ടാളക്കാർ എന്തോ പരേഡ് എന്തോ നടക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം നമ്മുടെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കില്ലേ പെട്ടെന്ന് 2 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല, പെട്ടെന്ന് തന്നെ പോലീസ് നമ്മളെ ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വന്നത് കണ്ടത് എന്തോ സീൻ പറ്റിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ നമ്മളെ നല്ലോണം ചേസ് ചെയ്യാനുണ്ട്. നോക്കിയെങ്കിൽ നല്ലോണം പുറകെ വഞ്ഞാണ് ആരെയും കാണുന്നില്ല. സീനാന്ന് തോന്നണം, എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നും ചെയ്തൊന്നുമില്ല. ഇപ്പോൾ വാണ്ടഡ് ലെവൽ കൂടിയിട്ടുണ്ട്. ഇത് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റിയ സംഭവം എന്നറിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ല സ്ഥലമായതുകൊണ്ടില്ലേ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡൊക്കെ പിടിച്ച് പോവാണ്. നമ്മൾ പുറകെ തന്നെ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. കുറേ ഇടിച്ചേക്കണം, നല്ല ഇടി അടിച്ചേക്കണം. ഇപ്പോൾ ഫ്രാങ്കിൽ നിന്നിട്ട് വണ്ടിയുടെ രീതിയാവും മിക്കതൊന്നും. ഇപ്പോൾ എന്താ സീനെന്നറിയില്ല. നമുക്ക് നൈസിന് വേറെ എസ്കേപ്പ് ഓടിക്കണം എന്നുള്ളതുകൊണ്ട് ഓഫ് റോഡൊക്കെ പിടിച്ചാണ് പോണത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓഫ് റോഡൊക്കെ പിടിച്ച് നൈസിന് എസ്കേപ്പ് ആകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. എനിക്ക് ഈ വഴിയൊക്കെ പോയി നോക്കി ഇങ്ങോട്ടൊക്കെ പോണേന്ന്. അവിടെ നമ്മളെ വിടുന്നില്ല, പുറകെ തന്നെ പിടിക്കണം അവര്. എങ്ങനെ എസ്കേപ്പ് ആണ്, ഇവിടെ എന്നിട്ടെങ്കിൽ സീനാവും മൊത്തത്തിൽ. നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. അല്ലാണ്ട് നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവലൊക്കെ പെട്ടെന്ന് വരാറില്ല. പോലീസ് ചേസും നമ്മൾ കാണുന്ന വഴി കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോവാണ്. എങ്ങനെയെങ്കിലും ഈ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കളയണം. തിരിച്ച് പിന്നെയും പോലീസുകാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഡോറൊക്കെ ഇളക്കി എടുക്കും മിക്കവര്. വേറെ വണ്ടിക്കട്ടൊക്കെ പോയി ഇടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോവാം. നമുക്ക് എങ്ങനെ എസ്കേപ്പ് അടിക്കണം അവിടെ നിന്ന്. സീനാണ് മൊത്തത്തിലിപ്പോൾ. പെട്ടെന്ന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്താണ്, കുഴപ്പമൊന്നുമില്ല. അവരും കൂടെ ചടിയേക്കുന്നത്. മൊത്തം സീനാണ്. പിന്നെ എസ്കേപ്പ് അടിക്കുന്നത്. ഇത് നമ്മൾ വിടാണ്ട് പുറകെ ചേസ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. എല്ലാം കൂടി അവിടെ നിന്ന് ചാടാനുണ്ട്. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരെ എസ്കേപ്പ് അടിക്കണം ഇവരുടെ അടുത്തുനിന്ന്. നമ്മൾ കാണുന്ന വഴി കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകേണ്ട വേണ്ടി, അല്ലാണ്ട് രക്ഷയില്ല. എസ്കേപ്പ് ചെയ്യണം. ഇനിയും ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. നോക്കിയാണ് വെള്ളമാണ്, വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവണം.
വണ്ടി ഫുള്ള് നശിക്കുന്നു. ഈ വണ്ടി ഫുള്ള് നശിക്കുന്നു തോന്നണം ഗൈസ് ഇന്ന് മൊത്തത്തിൽ. ഓക്കെ, എങ്ങനെയെങ്കിലും നൈസിന് എസ്കേപ്പ് അടിച്ചാണ്. ഏതൊക്കെയോ വഴി കൂടെയൊക്കെയാണ് പോണത്, നമുക്ക് തന്നെ അത് അറിയില്ല കൃത്യമായിട്ട്. ശരി വണ്ടി നമ്മളെ കണ്ണുണ്ട്, സീനില്ല. നമുക്ക് നൈസിന് എസ്കേപ്പ് ചെയ്തേക്കാൻ വേണ്ടി നമ്മള് രണ്ടും പൊട്ടിയിട്ടുണ്ട്. സീനായിട്ടുണ്ട്. നമ്മളെ വണ്ടിയും ജസ്റ്റ് ഒന്ന് നല്ലോണം പുക പിടിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടീനെ പക്ഷെ നമ്മളെ വണ്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. മൊത്തത്തിൽ എല്ലാവരും തീർക്കണമെന്ന് ഇത് കഴിഞ്ഞ് നമ്മളെ ഈ പോലീസ് വണ്ടി ഇവിടെ കിടക്കാൻ പോലീസ് വണ്ടി എടുക്കുന്ന തൽക്കാലത്തേക്ക്. നമ്മളൊന്ന് വണ്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. സീനാണ് എൻ്റെ പൊന്ന ആർമിക്കാരുടെ വണ്ടി. ബാക്കി അവിടെ ആരില്ലെന്ന് പറയുന്നത്. നമ്മളെ വണ്ടി അങ്ങ് സീനാണ് മൊത്തത്തിലൂടെ. നമ്മളെല്ലാം തീർക്കണുണ്ട്. നമുക്ക് നൈസിന് എസ്കേപ്പ് അടിക്കാം. എസ്കേപ്പ് അടിച്ചിട്ട് നമുക്ക് ആരെയും വിളിക്കാം. ഞാനൊക്കെ പോയിട്ട് കാര്യമുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കൊരു സ്റ്റാറേ ഉള്ളൂ, ബാക്കി എല്ലാവരും വെട്ടിച്ചിട്ടുണ്ട് ഇപ്പം. ഈ കലക്കൻ ചെമ്പ നമ്മൾ ചാടിയിട്ടുണ്ട്, പാലം പൊട്ടിയിരിക്കുന്നു. ഒരുപാട് 500 റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാണുന്ന വഴി കൂടെ ഒക്കെ എടുത്തോണ്ട് പോകണേ. നമുക്ക് എങ്ങനെ എസ്കേപ്പ് അടിക്കാം. നമുക്ക് 1 സ്റ്റാറും കൂടി ഉള്ളൂ. അതും കൂടി എങ്ങനെയും കളയണം. ഇവിടെ നിന്ന് ആരും വരില്ലെന്ന് തോന്നണം ഗൈസ്. വെയിറ്റ് ചെയ്യാം, സ്റ്റാർ പോവാൻ നോക്കാം. ഹെലികോപ്റ്റർ ഒന്നും ഇറങ്ങാത്താണ് ഏറ്റവും വലിയ നന്മ. ഇത് ഇച്ചിരി കൂടി ലാഭം. ഇല്ലെങ്കിൽ ഹെലികോപ്റ്ററും കൂടി ഇറങ്ങിയെങ്കിൽ ഇപ്പം നമ്മൾ തീർന്ന്. നമുക്ക് കുറേ എല്ലാം വശത്ത് അടി അയക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് വൺ ലെവലും പോവില്ലായിരുന്നു. പോകും നോക്കാം നമുക്ക്. നമുക്ക് 1 ലെവൽ പോയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഗൈസ് നമുക്കിപ്പോൾ 1 ലെവലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി. നമുക്കറിയില്ലല്ലോ. ഓക്കെ, നമ്മുടെ ഫോണിൽ ഫ്രാങ്ക്ലിൻ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതിന്.
ഓക്കെ, കുറേ മിസ് കോൾ എടുക്കുന്നുണ്ട്. നമുക്കങ്ങ് വിളിച്ചു നോക്കാം എന്താ സീനെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് വലിയ സീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നമ്മളെ പിടികിട്ട പുള്ളിയായിട്ട് ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചേക്കുവാണ്. പിന്നെ നമുക്ക് പിടികിട്ട പുള്ളിയായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഇത് വെപ്പൺസ് ഡീലിങ് അതൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മളെ സർക്കാർ ഇല്ലീഗലി ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ അതൊക്കെ സീസ് ചെയ്ത് ഫുള്ള് ക്ലോസ് ചെയ്യിച്ചിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സായിട്ട് 2-3 സ്ഥലത്തൊക്കെ. ഓക്കെ, നമുക്ക് 2-3 ഫാക്ടറി ബേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പോലീസ് സീസ് ചെയ്ത് ഫുള്ള് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സീനാണ് മൊത്തത്തിൽ. നമുക്കിപ്പോൾ നമ്മുടെ ബാങ്കും അക്കൗണ്ടൊക്കെ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടിലൊക്കെ ഫുള്ള് ക്യാഷ് ഇല്ല. നമ്മൾ കാലിയാണ് ഫുള്ള് അക്കൗണ്ടിലൊക്കെ. മൊത്തം സീനാണ് ഗൈസ്. ഓക്കെ, ഇതാരോ ഒറ്റിക്കൊടുത്താണ് നമുക്ക്. ഓക്കെ, പോലീസിന് ആരോ നല്ല രീതിയിൽ ഹോൾഡുള്ള ആരോ ഒറ്റിക്കൊടുത്തേക്കാണ് സീൻ. വേറെ നമുക്ക് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സുഖമായിട്ടാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. സീനായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫാമിലി സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഫാമിലിനോട് വണ്ടി പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടി കത്തിപ്പോയി. നമുക്ക് ഫാമിലിന് വിഷയമില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ജയിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോവാം. അവിടെ ഒന്നോ രണ്ടോ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഏതെങ്കിലും എടുത്തുകൊണ്ട് പോയേക്കാം. അങ്ങോട്ട് നമുക്ക് വന്ന വഴി പോകണ പിന്നെ എളുപ്പം തോന്നുന്നു നമ്മുടെ വീട്ടിലേക്ക്. നോക്കട്ടെ, മാപ്പിൽ നോക്കട്ടെ. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് വന്ന വഴി പോവാം. ഏകദേശം രാത്രിയായി വന്നിട്ടുണ്ട്. വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലും കുറച്ച് നമുക്ക് വേണ്ടിയുള്ള വെപ്പൺസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ നൈസിൽ എടുത്തുകൊണ്ട് പോകണം. വീട്ടിൽ വെച്ച് ശരിയാവില്ല. ഈ പോലീസുകാർ പെട്ടെന്ന് നൈസിന് ശ്രദ്ധിച്ചിട്ടില്ല നമ്മളെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ തൂക്കിയാണ് നടന്ന്. ഓക്കെ, ആ വിഷയം. ഈ വണ്ടി ഫുള്ള് സ്ലിപ്പായി പോകണ്ട്. ഇപ്പോൾ വന്നു എന്താ വിഷയം പറ്റിയിട്ടുണ്ട് വണ്ടിക്ക്. പോലീസുകാർ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആണ്. എന്താ വെച്ചില്ലേ, ഈ വണ്ടി ട്രാക്കറൊക്കെ ഉള്ളതാണ്. അവർ പെട്ടെന്ന് ട്രാക്ക് ചെയ്തൊക്കെ നമ്മളെ പിടിക്കും. നമുക്ക് വേറെ വലിയ തലവേദനയൊക്കെ ആവും. ജസ്റ്റ് മിസ്. പെട്ടെന്ന് ഇവിടെ നിന്ന് വയസ്സിന് പോയേക്കാം. ഓക്കെ, പെട്ടെന്ന് പോകാം. രാത്രിയായിട്ടുണ്ട്, വിഷയം ഉണ്ടാവില്ല. ഇനി നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. പോലീസിൻ്റെ സർക്കാരത്തേക്ക് ഇവിടെ വരെ ഇടാം. നമുക്ക് വണ്ടി വാങ്ങിയേക്കാം.
ഓക്കെ ഗൈസ്, നമ്മളത് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി ഓക്കെ നമ്മൾ വീടൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ വണ്ടി നശിച്ചിട്ടുണ്ട്. സീനാണ്, സീനായിട്ടുണ്ട് മൊത്തത്തിൽ. എന്താ വെച്ചാൽ തീയൊക്കെ പിടിച്ച് നമ്മുടെ വണ്ടി ഫുഡ് പൊട്ടിത്തെറിച്ച് വീടിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ വിളിച്ചതെന്ന് പറഞ്ഞൊരു ഹാക്കറാണ് ഗൈസ്. ഓക്കെ, പുള്ളി വിളിച്ചു പറഞ്ഞത് പുള്ളിയാണ് ചെയ്തത്. ഓക്കെ, അപ്പം പുള്ളിക്ക് നമ്മളോടുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞത്. പുള്ളിയുടെ ബിസിനസ് നമ്മൾ തകർത്തെന്നാണ് പറഞ്ഞത്. പുള്ളി ഏത് ബിസിനസ് തകർത്തെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയേക്കും. പെട്ടെന്ന് ഇവിടെ പോലീസിൻ്റെ തന്നെ പരിചയിച്ചു. എന്തായാലും നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേക്കാം. വണ്ടി കൊണ്ട് പോകണ വെച്ച് ടാസ്ക്കാണ്. നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രാങ്കിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചേക്കാം. സംഭവമൊക്കെ പറയാം നമുക്ക്. ഞാൻ രാവിലെ ആയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, നമ്മൾ ഫ്രാങ്കിളിനെ വിളിച്ചപ്പോൾ ഫ്രാങ്കിൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം. ഫ്രാങ്കിളിൻ്റെ ഒരു സീക്രട്ട് ഹൗസ് ഉണ്ട് ഇവിടെ കുറച്ച് നീങ്ങിയിട്ട്. ഓക്കെ, ഒരു മലയുടെ ഒക്കെ മുകളിലായിട്ടാണ് സീക്രട്ട് ഹൗസാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് വരാനാണ്. ഫ്രാങ്കിളിന് അവിടെ ഒരു കാർ ഇട്ടേക്കാന്നുണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാം. ഉണ്ടായിരുന്ന എല്ലാം നമുക്കിപ്പോൾ പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ഇടാം. ഓക്കെ, ഫ്രാങ്കിളിൻ ലൊക്കേഷൻ കഴിച്ചുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്കാം. നേരെ വിട്ടേക്കാം ഗൈസ്. ഇവിടെ നമുക്ക് വഴി എത്തിയാണ്. ഇപ്പം ഈ വണ്ടി മൊത്തം നശിച്ചിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം അങ്ങോട്ട്. പെട്ടെന്ന് തന്നെ സേവ് ആയേക്കാം. അപ്പോൾ നമ്മൾ പുറകെ ആരും ഉണ്ട് കേസ്. ഒക്കെ മൊത്തത്തിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ആളെ തന്നെ ആയിക്കോളൂ. നമ്മുടെ ബിസിനസ്സും ഒറ്റ കൊടുത്തേക്കണം പോലീസിന്. ഓക്കെ, നമ്മളിത് ഡീലിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്തായിരുന്നു, മോഷ്ടിച്ചതെന്നൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ, നമ്മുടെ വെപ്പൺസൊക്കെ നമ്മൾ കുറേയൊക്കെ റോബൊക്കെ ചെയ്താണ് നമ്മൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിലുള്ള ആരും ശത്രു ആയിക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയുണ്ട് ദൂരം. ഓക്കെ, നമുക്ക് വഴി ചെറുതായിട്ടും തെറ്റിയിട്ടുണ്ട്. ഫാമിലി അയച്ച ലൊക്കേഷൻ വെച്ച് അങ്ങോട്ട് പോകാം. അപ്പുറത്തെ സൈഡിലായിട്ടാണ്. വേഗം അങ്ങോട്ട് പോയേക്കാം. ഒരു മലയുടെ മുകളിലായതുകൊണ്ട് വലിയ രീതിയിൽ പോലീസ് സീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മിക്കവാറും. അങ്ങനെയാണ് ഫാമിലിയും പറഞ്ഞത്. ഹൈഡ് ഔട്ടായിട്ടാണ് ഫാമിലി ഇത് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു വണ്ടി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് കാർ എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർ നശിപ്പിച്ചേക്കാം. തള്ളിയിട്ടേക്കാം അങ്ങോട്ട്. ഓക്കെ, ജസ്റ്റ് അങ്ങോട്ട് ഇട്ടുണ്ട് തള്ളി. ഓക്കെ, നമുക്ക് കലക്കനായിട്ടൊരു മഴ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് കേസ്. ഓക്കെ, നല്ല രീതിയിൽ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഡിസ്ട്രോയ് ചെയ്ത നമ്മുടെ വീടും പിന്നെ നമ്മുടെ കുറച്ച് കാർസൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ 2 കാർ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വേറെ സ്ഥലത്തൊക്കെ കാറൊക്കെ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ക്യാഷാണ് നമുക്ക് അത്യാവശ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഈ വീടും നമുക്ക് കുറച്ച് ലക്ഷറി കാർസൊക്കെ ഉണ്ട്.
അപ്പോൾ ലക്ഷറി കാർഡ്സ് നമുക്ക് വീടൊക്കെ നമുക്ക് കൊടുത്തേക്കാം. ഫ്രാങ്ക്ലിൻസ് നമുക്ക് വിളിച്ചേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രാങ്ക്ലിൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് സെറ്റ് ചെയ്യാമെന്നാണത്. ഓക്കെ, നമ്മൾ സ്ഥലവും വീടൊക്കെ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മൾ പണ്ട് തൊട്ട് നമുക്കൊരു വീടുണ്ട് ഗൈസ്. ഇച്ചിരി ഉള്ളിലൊക്കെ ആയിട്ടാണ്. നമുക്ക് അങ്ങോട്ട് മാറി അത് ഷിഫ്റ്റ് ചെയ്താണെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.